ില്ലാത്ത മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഇരട്ട വീടുകൾ. ഇവരെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുന്നതിനായി പഞ്ചായത്ത് ഇപ്പോൾ നടപ്പാക്കുന്ന പദ്ധതിയാണ് EMS ഭവന പദ്ധതി. നല്ല വിശേഷം. പിന്നെ വീട് പണിയുടെ തിരക്കിലാണ്. എവിടുന്ന് കാശ് പഞ്ചായത്തിന്റെ. എത്ര തരുന്നുണ്ട്? 75,000. എത്ര വീടുണ്ടായിരുന്നു? 23. അതെല്ലാം ഇങ്ങനെ പുതുക്കി പണിയാനായിട്ട് മിക്ക വീടും പുതുക്കി പണിയാനായിട്ട് എല്ലാത്തിന്റെയും കാശ് പഞ്ചായത്തിന് തന്നെയാണ്. അതെ. ഇപ്പൊ ആദ്യം താമസിച്ച വീട്ടിൽ എത്ര മുറികളായിരുന്നു? 2 മുറി അടുക്കള. എത്ര പേരുണ്ട്? ഞങ്ങൾ 5 പേര്. 5 പേര് 2 മുറി അടുക്കള താമസിച്ചു. പുതിയ വീട്ടിലോ? പുതിയ വീട്ടിലിപ്പോ 2 മുറി ഹാള് അടുക്കള. അപ്പൊ കുടിവെള്ളമല്ലോ? കുടിവെള്ളം കിണറുണ്ട്, പൈപ്പുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്രണ്ട്സ് കോളനിയിലെ ഒരു പറ്റം യുവാക്കളുടെ കൂടെയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇവരുടെ ഈ ഒത്തൊരുമ കൊണ്ട് തന്നെയാവാം ഇവിടെ ഫ്രണ്ട്സ് കോളനി എന്ന് പേര് വന്നത്. ചേട്ടാ, അപ്പം ഇവിടെ ഞാൻ വന്നപ്പോഴറിഞ്ഞത് ഇവിടുത്തെ ഭവനങ്ങളെല്ലാം നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മയിലാണ് എല്ലാം എത്രയും പെട്ടെന്ന് നടന്നത്. എല്ലാവരും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പണിയെടുക്കുന്നതിലും ഇവിടെ എല്ലാവരും എല്ലാവിധ പണികൾക്കും പോകുന്നവരാണ്. അപ്പോൾ എല്ലാവരും ഒരു സമയം ഒരു ദിവസമൊക്കെ അവധിയെടുത്ത് ഏതെങ്കിലും വീട് പൊളിക്കാനോ അല്ലെങ്കിൽ പണിയാനോ തറ കെട്ടാനോ അല്ലെങ്കിൽ തറ കൊത്തി കലക്കാനോ എല്ലാ ചെങ്കല്ല് പണിക്കായാലും എല്ലാ പണിക്കായാലും ഞങ്ങളെല്ലാവരും സഹകരിച്ച് നിൽക്കാറുണ്ട്. നിങ്ങൾ ഈ പണിയെടുക്കുന്നു പറഞ്ഞല്ലോ, അപ്പൊ ഇതിന് പ്രതിഫലം വാങ്ങിക്കാം? ഇല്ല, അങ്ങനെ ഒരു ഇതില്ല. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇതായിട്ട് ഒരു കുടുംബം പോലെ കഴിയുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് പ്രതിഫലം മേടിക്കാൻ ഇല്ല. എന്തെല്ലാം നിങ്ങളിപ്പോ ഈ വീട് പണിയിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഒരു മെയ്സൺ ഇപ്പൊ ചെങ്കല്ല് പണിയാനായിട്ട് മെയ്സന്മാർ വരുമ്പോൾ അവർക്ക് പരുക്കം കൂട്ടി കൊടുക്കാനോ കല്ല് പൊക്കി കൊടുക്കാനോ, ഇപ്പൊ കരിങ്കല്ല് പണിയാൻ വരുന്ന സമയത്ത് അവർക്ക് ആ കരിങ്കല്ലൊക്കെ ഉരുട്ടി മറിച്ചിട്ട് കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ പെരയൊക്കെ പൊളിച്ച സമയത്ത് അതിന് ഓടറക്കലും അതൊക്കെ മൊത്തം പൊളിച്ച് കല്ലൊക്കെ ഒതുക്കി ഒരു ഭാഗത്ത് വെക്കാനും ഒക്കെ ഇതിനായിട്ടാണ് ഞങ്ങൾ സഹകരിച്ചത്. അതിനൊന്നും പ്രതിഫലമൊന്നും മേടിച്ചിട്ടില്ല. അപ്പം ഇവിടെ ഞാൻ വന്നപ്പോഴറിഞ്ഞു ഇരട്ട വീട് സമ്പ്രദായം അതായിരുന്നു പണ്ട്. അതായിരുന്നു പൊളിച്ച് മാറ്റി അതൊക്കെ ചോർന്ന് വലിക്കണ വീടായിരുന്നു. എന്നൊക്കെ നമുക്കൊക്കെ ഇങ്ങനെ ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ഒരു വീട് പണിയാൻ പറ്റുമെന്നോ ഒന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു ഇതാണ്. ഇവിടെ എടുത്തിരിക്കുന്ന 16-17 വീടുകളുടെ പണി 18 വീട്. എല്ലാ വീടും ഒരേപോലെയാണ് എടുത്തിരിക്കുന്നത്? അല്ല, കുറച്ചൊക്കെ ഒരു വ്യത്യാസമുണ്ട്. കുടുംബാംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് മാറും. അപ്പൊ ആദ്യം താമസിച്ച വീട് ഓടിട്ട വീടായിരുന്നു. 2 വീടായിരുന്നു. അതൊക്കെ പൊളിച്ചു മാറ്റി ഒറ്റ വീടാക്കി. അങ്ങനെ ഇത്ര സൗകര്യമൊക്കെ ഉണ്ടാവുന്നുള്ളത് ഞങ്ങൾക്കൊരു സ്വർഗം കിട്ടിയ പോലെയാണ്. കോളനിക്കാർ വീട് പണിയുന്നതിന് പരസ്പര സഹായത്തിലൂടെ പുതിയൊരു മാതൃക സൃഷ്ടിക്കുകയാണിവിടെ. EMS ഭവന പദ്ധതി പ്രകാരം 75,000 രൂപ ഇവർക്ക് ലഭ്യമാക്കുന്നു. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ അടച്ചുറപ്പുള്ള വീട് എല്ലാവർക്കും ലഭ്യമാക്കുക, അതാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. ഗ്രീൻ കേരള എക്സ്പ്രസിലെത്തിയ വേറിട്ട പദ്ധതികളെ വീണ്ടും പ്രേക്ഷകർക്ക് മുൻപാകെ അവതരിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം. 152 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒരിക്കൽ കൂടി വിലയിരുത്താനും ഏറ്റവും മികച്ച പദ്ധതികൾ ഓർമ്മയിൽ സൂക്ഷിക്കാനുമാണ് ഇങ്ങനൊരു തിരിഞ്ഞുനോട്ടം ഞങ്ങൾ ആസൂത്രണം ചെയ്തത്.
കാടും മലമേടും കിളിജാലമാകെ ഉണർന്നൊരു കാവും നീരും കുളിർക്കാറ്റും വേറെങ്ങുണ്ടോ? പൂവും തളിരിലയും കനിയാർന്നു താഴ്ന്നുലഞ്ഞൊരു കൊമ്പും മഞ്ഞും ഇളവയിലും വേറെങ്ങുണ്ടോ? ഈ ജന്മം നമ്മൾക്കായി തന്നൊരുക്കിയൊരമ്മയ്ക്കായി പകരം നാം എന്താണോ നൽകുന്നു? ഈ ജന്മം നമ്മൾക്കായി തന്നൊരുക്കിയൊരമ്മയ്ക്കായി പകരം നാം എന്താണോ നൽകുന്നു? താഴെ നിന്നീ കാതൽ തമ്മിൽ കൊത്തുന്നു, മേലെ നമ്മൾ വാഴും നേരം നോക്കാതെ. താഴെ നിന്നീ കാതൽ തമ്മിൽ കൊത്തുന്നു, മേലെ നമ്മൾ വാഴും നേരം നോക്കാതെ. ഇതു ഭൂമിയൊരേ ഒരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. മണ്ണിൽ തെളിവിണ്ണിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ വിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തു തുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. കുഞ്ഞിക്കാലിന്നീ മുറ്റത്തോടുന്നു, കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. കുഞ്ഞിക്കാലിന്നീ മുറ്റത്തോടുന്നു, കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. ഇതു ഭൂമിയൊരേ ഒരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. ചിരമെത്ര പരസ്പര ബന്ധിതമാണെല്ലാം, ഇതിൽ നാം ഇഴ ചേർന്നവർ താളതരംഗങ്ങൾ. അവിരാമഭംഗുരമീലയമൊഴുകുമ്പോ അതിലാരും അപശ്രുതി ചേർക്കരുതേ നാളെ. ഇതു ഭൂമിയൊരേ ഒരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.